ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തിൻ്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളിലും ഇരുന്നു കൊണ്ട് എത്രത്തോളം സുരക്ഷിതത്വം അനുഭവിക്കാമോ അത്രത്തോളം സുരക്ഷിതയായി അല്ലെങ്കിൽ സുരക്ഷിതരായി ഇരുന്നു കൊണ്ട് ശത്രു രാജ്യത്തിന് വേണ്ടി ചാരപ്പണി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഒരു യൂട്യൂബർ അടക്കം കഴിഞ്ഞ ദിവസം പൊക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് നമുക്ക് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് ബ്ലോഗറായ യുവതി ഉൾപ്പെടെ 6 പേരാണ് പിടിയിലായത്. ഹരിയാനയിലെ ട്രാവൽ ബ്ലോഗറായ ജ്യോതി മൽഹോത്ര, പഞ്ചാബ് സ്വദേശിനി ഗുസാല, യാമീൻ മുഹമ്മദ്, ഹരിയാന സ്വദേശികളായ ദേവീന്ദർ സിംഗ് ധില്ലൺ, അർമാൻ തുടങ്ങിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ സ്റ്റാഫ് അംഗമായിരുന്ന ഇസാനുൾ റഹീം എന്ന ഡാനിഷ് മുഖേന പാക് ചാര സംഘടനയിൽപ്പെട്ടവരുമായി ബന്ധം പുലർത്തിയെന്നും വിവരങ്ങൾ കൈമാറിയെന്നും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ബ്ലോഗർ അടക്കമുള്ളവരെ പിടികൂടിയത്. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ജ്യോതി മൽഹോത്ര ട്രാവൽ ബ്ലോഗ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഇതേപോലുള്ള ആൾക്കാരുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമവും ദേഷ്യവും എല്ലാം തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു സ്ത്രീ എന്നൊന്നും അവരെ വിളിക്കാൻ പറ്റത്തില്ല. ഇത്രയും ഇതിലും ഭേദം സ്വന്തം മാതാവിന് ഇപ്പോൾ പിതാവ് കൂടുള്ള സമയത്ത് തന്നെ വേറൊരു ചെക്കനെ പിടിച്ച് ആലോചിക്കുന്ന പരിപാടി തന്നെ. സ്വന്തം മാതൃ രാജ്യത്തിനെ ബലി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇങ്ങനെ ഒരു പരിപാടി എന്തായാലും എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ചാരപ്പണി എന്തിനു വേണ്ടി ചെയ്യുന്നത് എന്നാലോചിച്ചു പോവുക. കാരണം ഓൾറെഡി പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ എന്തായാലും അവർ ലോകം മൊത്തം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് പൈസ ഇല്ലെങ്കിൽ അങ്ങനെ ട്രാവൽ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഇത്രത്തോളം രാജ്യങ്ങൾ കണ്ട് നടന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവർക്ക് നല്ലൊരു വരുമാനമുണ്ട്. ഈ യൂട്യൂബിൽ നിന്നായാൽ തന്നെയും ഏകദേശം അവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അവരുടെ വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യൂവേഴ്സും കാണുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അല്ലാതെ ഈ ചാരപ്പണി ചെയ്ത് ഇത്രത്തോളം തെണ്ടിത്തരം ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അങ്ങനെ തന്നെ പറയാമല്ലേ? ശരിക്കും അതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? ഈ രാജ്യത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും ചിലപ്പോൾ ആൾക്കാരൊക്കെ കാണും ഇതുപോലെ സ്വന്തം മാതൃരാജ്യത്തെ അവിടുത്തെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഒറ്റിക്കൊടുക്കുന്നു. ഇതിലെന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. അവരുടെ യൂട്യൂബ് ആ ഒരു പേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. പഠിച്ചതിലും വലുതാണ് പുനത്തിലിരിക്കുന്നതെന്ന് പണ്ട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി ഇനിയും ഇതുപോലുള്ള ആൾക്കാരും വ്ളോഗേഴ്സും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മണ്ണിൽ ഇങ്ങനാണെങ്കിൽ സ്വന്തം മാതാവിനോട് വരെ ഇവർ ഈ സത്യം പറഞ്ഞാൽ കൂട്ടിക്കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ തന്നെ പറയണം. ഇതിനൊക്കെ അങ്ങനെയാണ് പറയേണ്ടത്. അല്ലാതെ ഇതിന് വേറെ പറയാൻ വാക്കുകളൊന്നുമില്ല. ശരിക്കും ഇതിന് നമുക്ക് തെറിയാ പറയേണ്ടത്. സൗഭാഗ്യങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ട് സുരക്ഷിതത്വത്തോടിരുന്നു കൊണ്ട് മാമാപ്പണി ചെയ്യുന്നവളുമാരെയൊക്കെ പറയേണ്ടത് എന്താണ് എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇവരെ എന്ത് വിളിക്കണം എന്നുള്ളതും എനിക്കറിയത്തില്ല. ഇവരുടെ ഒരു ഇപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. നേരത്തെ ഇവരുടെ ഇൻസ്റ്റാ പേജ് നോക്കിയപ്പോൾ അതിൽ മലയാളികൾ ഒരുപാട് അതിലും ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ കേരളത്തിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലും ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് തെറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പേജ് നോക്കിയിട്ട് കാണുന്നില്ല. സ്വന്തം മാതൃരാജ്യത്തോട് ഒരു സ്നേഹമോ കടപ്പാടോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഇങ്ങനെ ഒറ്റിക്കൊടുക്കാതിരിക്കുക എന്നുള്ളത് പച്ചയ്ക്ക് എന്തോ പറയണമെന്നറിയത്തില്ല. വെറും വൃത്തികെട്ട രീതിയിൽ ചാരപ്രവൃത്തി ചെയ്ത ഇവളെ നമുക്ക് വേറെ പേര് വിളിക്കാനില്ല.